ലല്ലല്ല കറുത്തപ്പന്നെ എന്നെ കാണാൻ എന്ത് ഭംഗിയാണല്ലോ. ഈ വീട്ടിലെന്ത് ഈ മൂതവി ഇല്ലെന്ന് തോന്നല്ലോ. കേട്ടോ, ഈ പൊട്ടന് ലോട്ടറി അടിച്ച കഥ കേട്ടിട്ടുണ്ടോ? അതുപോലെയാണ് ഇയാൾക്ക് ഒരു ലോട്ടറി അടിച്ചു. ഇയാളാണെങ്കിലോ ചൈന പോലത്തെ ഒരു മതിലും പണിത് വെച്ചു, നല്ലൊരു വീടും പണിത്, ഒരു വീട്ടില് ജോലിക്കാരിയാക്കി. അവക്കോ ആ മൂതവിക്കോ ഇപ്പൊ അവിടെ അകത്തെ കൊച്ചമ്മയാ. മുതലാളിയുടെ പൈസ കണ്ടോണ്ട് അയാളെ ചോക്കിട്ടിരിക്കുക. അവക്കാ സൂക്കായിട്ട് ഇവിടെ തുണി വിരിക്കുന്നതിന്. ഏതായാലും മൂതവി ഇവിടെ ഇല്ല. ഞാനൊന്ന് തുണി ഒന്ന് വിരിച്ച് ഉണക്കിയെടുക്കട്ടെ, അവള് വരുന്നപ്പഴ. ഹലോ ഹലോ ആ മുതലാളി, ഇന്നലെ എന്താ 11 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ല? ഞാൻ എത്ര നേരം നോക്കിയിരുന്നു. 11 മണി വരെ ഞാൻ നോക്കിയിരുന്നു. മുതലാളി ഒന്ന് കട്ട് ചെയ്യണ്ടേ, ഇപ്പൊ വിളിക്കാവേ. പേടിച്ചു പോയല്ലോ. ഇതെന്തോന്നാടി ഇതെന്തോന്നാ? ഇതെന്താ കണ്ണ് കണ്ടൂടെ? എടി എന്റെ മുതലാളി കാശ് മുടക്കിയിട്ട് ഇത്രയും വലിയൊരു മതില് കെട്ടി വെച്ചത് നിന്റെ ഈ അവിഞ്ഞ തുണി ഇടാൻ വേണ്ടിട്ടാണോ? അവിഞ്ഞ തുണിയോ? നിന്റെ മുതലാളിയുടെ മതിലല്ലേ ഞാൻ വിരിച്ചേ, നിന്റെ മുതലാളിയുടെ പുറത്തല്ലല്ലോ ഞാൻ വിരിച്ചത്. ഇപ്പൊ എനിക്ക് മനസ്സിലായടി, എന്തോന്ന്? എന്റെ മുതലാളിയോടും നിനക്കൊരു ക്രഷ് ഉണ്ടെന്ന്. അതെന്ത് ഭണ്ഡാരം? പ്രേമം. പ്രേമമോ? ഓ, നിന്റെ ഒരു ഉണക്ക മുതലാളി. ഈ ഉണക്കൊക്കെ പറ്റുമല്ലോ ഉണക്ക മുതലാളിയെ പ്രേമിക്കാന്. ഉണക്ക പിന്നെ നിന്നെ ഉണക്ക അല്ലാതെ പിന്നെ എന്നാ വരേണ്ടേ? എടി എന്റെ മുതലാളി പറഞ്ഞത് എന്താന്നറിയാമോ? എന്ത്? എന്നെ കണ്ടാലേ മഞ്ജുപിള്ളയെ പോലെ ഇരിക്കണം. കേട്ടോ, മഞ്ഞുപിള്ളയെ പോലെ ഇരിക്കുമെന്ന്. ഇതിനു മുമ്പ് നീ നിന്റെ മുതലാളി മഞ്ഞുപിള്ളയെ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അതെങ്ങനെ കാണാനാ? 24 മിനിറ്റ് ഈ ഫോൺ വെച്ചോണ്ട് മുതലാളിയുടെ അടുത്ത് എന്ന് പറഞ്ഞോണ്ടിരിക്കുവല്ലേ. ഞങ്ങളുടെ മഞ്ജു ചേച്ചിനെ കാണണമെങ്കിലേ നീയേ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിക്കാത്ത വന്ന് കാണണം. അവിടെ വന്ന് നോക്കിയേ, ഞങ്ങളുടെ മഞ്ജു ചേച്ചി 916 പോലെ ഇങ്ങനെ തിളങ്ങിയിരിക്കുന്നത് കാണാം. ഇതെന്തോന്ന്? ഒന്ന് തിരിഞ്ഞേ. എന്താ? ഒന്ന് തിരിഞ്ഞേ, ശരിക്കും തിരിയടി. ഇത് കണ്ടോ? ഒരേ ലെവല്. പുറം ഏതാ ബാക്ക് ഏതാന്ന് അറിയത്തില്ല. ഉണക്കമീൻ ചിറ്റ പോലെ ഒരു ശരീരം. മഞ്ഞപ്പിള്ളേന്ന് അത്രേ. ഉണക്കമീനാ? അയ്യോ ദൈവമേ, സാരി കീറിക്കളഞ്ഞേ ഈ മൂദേവി. ഞാനാണെങ്കിൽ സാരി ഇല്ലാതെ ഇരുന്നിട്ട് കല്യാണത്തിന് പോകാൻ വേണ്ടി അയൽക്കൂട്ടത്തിൽ ഞങ്ങള് ശോഭ ചേച്ചിയുടെ അടുത്ത് ഒരു സാരി വായ്പ മേടിച്ചതാ. കീറിക്കളഞ്ഞല്ലോ എന്റെ ദൈവമേ. ഇനി ഞാൻ എന്നെ പറയാ ചേച്ചിയോട്. ഈ മൂദേവിക്കിട്ട് ഞാൻ ഒരു പണി ഇന്ന് കൊടുത്തില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഞാനേ പശ ഒട്ടിച്ചിട്ടേ ഉള്ളൂ. ഇവിടെ പോരട്ടെ. ഇവള് വന്ന് ഇവിടെ അല്ല ഇവിടെ ഇരിക്കുന്നത്. ഞാനിവിടെ പശ ഒട്ടിച്ച് വരുന്നുണ്ട്. അവിടെ ഇരിക്കട്ടെ. ഹലോ മുതലാളി ഇന്ന് വരുമോ? എന്തിനാ? അയ്യോ, എന്തൊരു നനവ്. എനിക്ക് എണിക്കാൻ പറ്റുന്നില്ലല്ലോ. അയ്യോ, അവിടെ ആരും സഹായത്തിനും ഇല്ലല്ലോ. തമ്പുരാനെ, ഞാൻ ആരിനെയും വിളിക്കുക? ഇനി കഴുതക്കാല് ഞാൻ പിടിക്കണ്ടേ? അവളല്ലാതെ ഇനി വേറെ വഴിയില്ലല്ലോ. ശ്രീദേവി ചേച്ചി എന്നാ? ഒന്ന് വാ ചേച്ചി. എന്താ ചേച്ചി? അതെ, ചേച്ചി ഇന്നലെ എടുത്ത സാരി ഇല്ലേ, അതില് ചേച്ചിനെ കാണാൻ എന്തും ഭംഗിയാ. ആണോ? ആ സാരി ആണോടി നീ കീറി കളഞ്ഞ? അയ്യോ, അല്ലല്ല, അതവിടെ ഇരിക്കട്ടെ. ഇവിടെ വന്ന് നീ ഇരുന്നോ? ചേച്ചി എന്റെ ദൈവമേ, ഞാനേ ക്രിസ്മസ് അല്ലേ വരുന്നത്, ഒരു സ്റ്റാർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പശ അവിടെ കൊണ്ടുവന്ന് വെച്ച. അത് കമന്ന് പോയി. അത് തൂക്കാനായിട്ട് ഞാൻ ഒരു തുണി എടുക്കാൻ പോയ സമയം കൊണ്ട് നീ അവിടെ വന്ന് ഇരുന്നോ? ചേച്ചി എനിക്ക് എണിക്കാൻ പറ്റില്ല ചേച്ചി, എന്നെ ഒന്ന് എണിക്കിത്താ ചേച്ചി. ഓ, ഞാൻ നോക്കട്ടെ. നീ അപ്പൊ കാര്യം സാധിക്കാൻ വേണ്ടി കഴുതക്കളി പിടിക്കല്ലേ? ഞാനൊന്ന് നോക്കട്ടെ, എന്നെ കൊണ്ട് പറ്റുമോ നോക്കട്ടെ. നല്ല പശയായിരുന്നു, മൊത്തത്തിൽ അങ്ങ് ഒട്ടിപ്പിടിച്ചിട്ടാ തോന്നുന്നു. അയ്യോ, വലിച്ചിട്ട് പറഞ്ഞില്ലല്ലോ മണ്ടാറും. ചേച്ചി അവിടെ കിടന്ന് കളിക്കാണ്ട് ചേച്ചി ഇതിന്റെ ഒന്ന് ഗൂഗിൾ പേയില് അല്ല ഇതില് നോക്കി ചേച്ചി.
എതില് നോക്കാൻ? ഫോൺ പേയില്. ഊഫ്, എന്താ പറയാ എന്താ ചേച്ചി? ആ യൂട്യൂബിലൊന്ന് നോക്കി ചേച്ചി. യൂട്യൂബില് നോക്കാനോ? ഒന്ന് നോക്കി പറയാ ചേച്ചി. എങ്ങനെ പറയണം? ഈ പശ എങ്ങനെ ഇവിടുന്ന് എടുക്കാന്നൊന്നോട് പറ. ചോദിക്കാമല്ലോ. ആ യൂട്യൂബേ, ഞാൻ ഇച്ചിരി പശ അവിടെ അടിച്ചതാ. അത് അവിടെ പോയി പുള്ളിക്കാരി വന്ന് ഇരുന്നേ അമങ്ങിപ്പോയി. അതിനൊന്ന് ഇളക്കണെങ്കിൽ ഇപ്പൊ എന്നാ ചെയ്യണ്ടേ? ചൂടുവെള്ളം തിളപ്പിച്ച് വിളിക്കണോ? ഞാൻ ഏറ്റവും കാര്യം ചേച്ചി എവിടേക്കാ ഓടുന്നേ? ഒന്ന് ഞാനിപ്പോ പറയാനൊന്നും നേരല്ല. എങ്ങനെ എത്തുന്നെന്ന് പറ. ഞാൻ ഇപ്പൊ വരാം. ചൂടുവെള്ളം എന്റെ അമ്മച്ചിയോ. എന്റെ വേക്ക് പൊളി. പുകയുന്നുണ്ടോ? ഒന്ന് വീശിതാ. അയ്യോ, നിന്റെ ബാഗ് ഒന്ന് പൊക്കി വെച്ചേ, എങ്ങനെയല്ലേ എനിക്ക് വീശാൻ പറ്റുള്ളൂ. തിരിഞ്ഞ് പോണ്ടേ. എങ്ങനെയുണ്ട്? ഇപ്പൊ കുറവുണ്ട് ചേച്ചി. കൊഴപ്പില്ല, ഇപ്പൊ കുഴപ്പമില്ല ചേച്ചി. ചേച്ചി ഒന്ന് വന്നേ. ചേച്ചി, ഇതുവരെ കഴിഞ്ഞതൊന്നും ചേച്ചി മനസ്സിൽ വെക്കണ്ട. അതെ, ഒരു ആപത്ത് വന്നപ്പോ ചേച്ചി മാത്രം എന്നെ സഹായിക്കാനുണ്ടായുള്ളൂ. മനസ്സിലായല്ലോ. ഇനി എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും വരില്ല. ഇന്ന് മുതൽ നമ്മള് ബിഗ് ഫ്രണ്ട്സ് ആണ് ചേച്ചി. ആണോ? അപ്പൊ കുഴപ്പമില്ലല്ലോ. എന്നാലേ ഞാനേ എന്റെ തുണിയൊക്കെ ഇവിടെ ഒന്ന് വിരിച്ചോട്ടെ. വിരിച്ചോ? വിരിച്ചോ? കുഴപ്പമില്ലല്ലോ. ഇല്ല. അപ്പൊ ഞാൻ ഇവിടെ തുണി വിരിച്ചു. അപ്പളേ ഞാൻ ഇവിടെ എന്റെ ചപ്പെല്ലാം കൂടെ ഇവിടെ കുടഞ്ഞിട്ടോട്ടെ. ചേച്ചി. പിന്നെ വേസ്റ്റും കൂടെ ഇട്ടോട്ടെ. കുഴപ്പമില്ലല്ലോ. ഇട്ടോ ചേച്ചി. സമാധാനം വായി. എന്നാ ശരിയേ. ഓക്കെ, ശരി ചേച്ചി. അയ്യോ, എന്റെ മുതലാളിന്റെ സേഫ്റ്റി ടാങ്ക് മുഴുവൻ അടഞ്ഞു കിടക്കുകയാണല്ലോ. ഇതൊന്ന് കുത്തി വിട്ട് ഇവൾക്ക് എങ്ങനെ ഒരു പണി കൊടുക്കാം? അല്ല, ഇവിടെ എണ്ണ എടുക്കുവാ. ഇതന്നെ കമ്പ് വെച്ച് കുത്തിക്കൊണ്ടിരിക്കുന്ന. അതെ ചേച്ചി, ഇത് എന്റെ മുതലാളിന്റെ സേഫ്റ്റി ടാങ്ക് മുഴുവൻ അടഞ്ഞു കിടക്കുക ചേച്ചി. ആണോ? എന്ത് നാറ്റോ. ഞാൻ ഇത്ര നേരം കുത്തിയിട്ടത് പോണു മാറ്റിയെടുക്കാനും ചേച്ചി. ചേച്ചി അറിഞ്ഞോ? എന്തെന്ന്? നമ്മുടെ രാജോട്ടനില്ലേ, രാജോട്ടനെ ആക്സിഡന്റ് ആയിട്ട് 8 സ്റ്റിച്ച് ഉണ്ടെന്ന്. എവിടെ ആയിട്ടൊന്നേ ചേച്ചി? അതെ, ഈ മൂക്കില്ലേ, ഈ മൂക്കിന്റെ താഴെ താഴെ കണ്ട അമ്മച്ചി. അതെ, നിനക്ക് ഞാൻ പണി തരണോന്ന് വിചാരിച്ചിരുന്നതാടി. ഇപ്പൊ കറക്റ്റ് ആയില്ലേ? അതാടി ഞാൻ.